സ്മിത പ്രകാശിൻ്റെ പോഡ്കാസ്റ്റ് നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ വാച്ച് ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫിഗേഴ്സ് സ്ഥിരമായിട്ട് അതിഥികളായി വരുന്ന ഒരു പോഡ്കാസ്റ്റ് പരിപാടിയാണ്. ANA എന്ന് പറയുന്ന ഒരു നാഷണൽ ന്യൂസ് ഏജൻസിയുടെ ഫ്ലോറിൽ നടക്കുന്ന പ്രോഗ്രാം എന്നതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിലാണ് സ്മിത പ്രകാശിൻ്റെ പ്രോഗ്രാമിലാണ് ഇപ്പോൾ RVS മണി എന്ന് പറയുന്ന ആഭ്യന്തര മന്ത്രാലയത്തിലെ മുൻ അണ്ടർ സെക്രട്ടറി ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഷോക്കിംഗ് റെവലേഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കോൺഗ്രസും ISIയും ചേർന്നാണ് മുംബൈ ടെറർ അറ്റാക്ക് പ്ലാൻ ചെയ്തത്, അല്ലെങ്കിൽ ഇതൊരു മാച്ച് ഫിക്സിംഗ് ആയിരുന്നു, ഇവർ തമ്മിലൊരു ഒത്തുകളിയായിരുന്നു എന്നുള്ള ഗുരുതരമായുള്ള ആരോപണമാണ് RVS മണി ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് വലിയൊരു ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടോ ഇതിന് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ആണ് ഇപ്പോൾ ആരോപണ വിധേയരായിട്ട് നിൽക്കുന്നത്, BJP ആണ് ആരോപണ വിധേയരായിട്ട് നിൽക്കുന്നതെങ്കിൽ ഇതിപ്പോൾ വലിയ ചർച്ചയായിരിക്കും. കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ ഡിബേറ്റുകൾ ഉൾപ്പെടെ നടക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പം ഈ ഒരു തലത്തിലായതുകൊണ്ട് കോൺഗ്രസിനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഇത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടാകില്ല എന്നതാണ് വസ്തുത. പക്ഷേ നാഷണൽ മീഡിയ ഒക്കെ നല്ല രീതിയിൽ ഇത് ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ ഈ RVS മണി പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഷോക്കിംഗ് ആണ്. ഒന്നാമത് ഈ കോസ്റ്റ് ഗാർഡും അതുകൂടാതെ തന്നെ ഇന്ത്യൻ നേവിയൊക്കെ ഈ പാകിസ്ഥാൻ വെസൽ കണ്ടിരുന്നു, സ്പോട്ട് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീട് ആ രീതിയിലൊരു സർവൈലൻസ് ഉണ്ടായില്ല, അതിന് ചില നിർദ്ദേശങ്ങൾ ഉന്നതതലങ്ങളിൽ നിന്നുണ്ടായി എന്നൊക്കെയുള്ള രീതിയിലുള്ള ഗുരുതരമായുള്ള ആരോപണങ്ങളാണ് RVS മണി ഉന്നയിച്ചിരിക്കുന്നത്. പിന്നെ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് ഞാനിത് എവിടെയും ചാലഞ്ച് ചെയ്യാൻ തയ്യാറാണ്, കോൺഗ്രസ് പാർട്ടിയുടെ ആരുമായും സംവാദത്തിന് തയ്യാറാണ്, ഏത് നാഷണൽ മീഡിയയിലും ഞാൻ തയ്യാറാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇത് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്നുള്ളതൊക്കെ നമുക്കറിയില്ല. സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അതനുസരിച്ചുള്ള അന്വേഷണമൊക്കെ നടക്കേണ്ടതുണ്ട്. പക്ഷേ ഈ മുംബൈ ടെറർ അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ദുരൂഹത തുടക്കം മുതലുണ്ട്. നമ്മളെല്ലാവരും ആ കാലയളവിൽ തന്നെ 2008 ഈ ടെറർ അറ്റാക്ക് ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊക്കെ ഈ രീതിയിലുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായുള്ള പ്രദേശത്ത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ പ്രദേശത്ത് എങ്ങനെ ഈ രീതിയിൽ പാകിസ്ഥാനിൽ നിന്ന് കുറേ ആളുകൾക്ക് കടന്നു വന്ന് ഒരു അറ്റാക്ക് നടത്താൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ അതൊരു വലിയ ദുരൂഹത തന്നെയാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് തുക്കാറാം ഓംബ്ലെ എന്ന് പറയുന്ന ASI, മുംബൈ പോലീസിലെ ASI, അദ്ദേഹം നടത്തിയ ധീരകൃത്യം, അതായത് അജ്മൽ കസബിനെ പിടികൂടിയ അദ്ദേഹത്തിൻ്റെ ആ ഒരു നടപടി, അതില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതൊരു ഹിന്ദു ടെറർ അറ്റാക്ക് ആണെന്നുള്ള രീതിയിൽ ബ്രാൻഡ് ചെയ്യപ്പെടുമായിരുന്നു എന്നാണ് RVS മണി സ്മിത പ്രകാശിനോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഹിന്ദു ടെറർ എന്ന് പറയുന്ന സംഭവം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. 2006 മുതൽ ഇതിനുള്ള ശ്രമം കോൺഗ്രസ് സർക്കാർ നടത്തിയിരുന്നു. ദിഗ്വിജയ് സിംഗ്, അതായത് ഡിഫാക്റ്റോ ആഭ്യന്തരമന്ത്രി എന്നൊക്കെയാണ് അദ്ദേഹം ആ കാലയളവിൽ അറിയപ്പെട്ടിരുന്നത്. കാരണം ശിവരാജ് പാട്ടീലായിരുന്നു ആഭ്യന്തരമന്ത്രി എങ്കിൽ പോലും മുംബൈ ടെറർ അറ്റാക്ക് നടക്കുമ്പോൾ പക്ഷേ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത് ദിഗ്വിജയ് സിംഗ് ആണ് എന്നാണ് പൊതുവെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം. ഇത് ഓൾറെഡി വന്ന സംഭവം തന്നെയാണ്. അപ്പം ദിഗ്വിജയ് സിംഗ് 2006 RVS മണിയോട് ഹിന്ദു ടെറർ അറ്റാക്കുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസും ഫയൽസൊക്കെ ചോദിച്ചു, എന്തെങ്കിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഒരു പ്രോഗ്രാമിൽ. പക്ഷെ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയതെന്നും പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഇതൊരു കൺസേർട്ടഡ് എഫേർട്ടായിരുന്നു, ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് 2006 മുതൽ ഈ ഹിന്ദു ടെറർ എന്ന് പറയുന്ന സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നു എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. അജ്മൽ കസബിനെ പിടികൂടിയത് തന്നെയാണ് ഈ മുംബൈ ടെറർ അറ്റാക്കുമായി ബന്ധപ്പെട്ടുള്ള സംഭവത്തിലെ ഒരു ടേണിംഗ് പോയിന്റ്. കാരണം അല്ലെങ്കിൽ നമുക്ക് എന്ത് തെളിവുകൾ നിരത്താൻ സാധിക്കും. പാകിസ്ഥാൻ ബേസ്ഡ് അറ്റാക്കാണ് ഇതെന്ന് സ്ഥാപിക്കാൻ നമുക്ക് മുമ്പിലുണ്ടായിരുന്ന ഏക തെളിവ് പാകിസ്ഥാൻ പൗരനായ അജ്മൽ കസബിനെ ജീവനോടെ പിടികൂടിയത് തന്നെയാണ്. കസബ് കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ ഇത് വേറൊരു തലത്തിലേക്ക് പോകുമായിരുന്നു. അവിടെയാണ് തുക്കാറാം ഓംബ്ലെ എന്ന് പറയുന്ന ASIയുടെ ആ ഒരു ധീരത നമുക്ക് മുമ്പിൽ നിൽക്കുന്നത്. അവസാന ശ്വാസം വരെ മൃതപ്രായനായി നിൽക്കുമ്പോഴും കസബിനെ വിടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ചോരയൊലിപ്പിച്ച് നിൽക്കുമ്പോഴും ബുള്ളറ്റുകൾ ഏറ്റ് അവസാന ശ്വാസത്തിലേക്ക് കടക്കുമ്പോഴും കസബിനെ വിടാൻ ഈ തുക്കാറാം ഓംബ്ലെ എന്ന് പറയുന്ന ധീരൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ശരിക്കും അദ്ദേഹത്തിനാണ് നമ്മളൊരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഈ ഹിന്ദു ടെററുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ മലേഗാവ് സ്ഫോടനം എന്ന് പറയുന്നത് കൃത്യമായുള്ള ആസൂത്രണത്തോടെ കുറേ ഹിന്ദു നേതാക്കന്മാരെയും ഒക്കെ കൊടുക്കാനുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. അതിലൊരു സംശയമില്ല. അതിൻ്റെ ഒരു തുടക്കമായിരുന്നു പ്രഗ്യാ സിംഗിനെയും, പിന്നെ അത് കൂടാതെ തന്നെ കേണൽ പുരോഹിത് എന്ന് പറയുന്ന വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഏബിളായുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥനെയൊക്കെ അതിൽ ഫ്രെയിം ചെയ്തത്. പിന്നീട് ഇപ്പം നമുക്കറിയാം അതിൻ്റെ ഒരു ഔട്ട്കം എന്താണെന്നുള്ളത്. കാരണം എല്ലാ പ്രതികളെയും
മലഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രതികളെയും NIA കോടതി വെറുതെ വിട്ടു. സത്യത്തിൽ ഈ പ്രഗ്യാ സിംഗിനോടും പിന്നെ അതുകൂടാതെ കേണൽ പുരോഹിതനോടൊക്കെ ഭരണകൂടം ചെയ്തത് വലിയ ക്രൂരതയാണ്. ATS വലിയ രീതിയിലാണ് അവരെ പീഡിപ്പിച്ചത്. RVS മണിയും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അവർക്ക് ആരോഗ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും അവരെല്ലാം സർവേ ചെയ്യുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരുപാട് ക്രൂരതകളൊക്കെയാണ് അന്ന് അരങ്ങേറിയത് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി എന്നുള്ളതാണ്. ഈ ഹിന്ദു ടെറർ എന്ന് പറയുന്ന ഒരു മിത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ളൊരു ശ്രമം അന്നത്തെ ഭരണകൂടം നടത്തിയിരുന്നു. അതിനുവേണ്ടി അവർ വളരെ സജീവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു എന്നുള്ളൊരു സൂചന തന്നെയാണ് RVS മണി നൽകിയിരിക്കുന്നത്. സുശീൽ കുമാർ ഷിൻഡെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോൺഗ്രസിൻ്റെ പ്രമുഖനായുള്ള നേതാവ് ഈയിടെ നടത്തിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദു ടെറർ എന്നുള്ള ആ ഒരു സംഭവം ഒരു അബദ്ധമായിരുന്നു, അതിൽ ഖേദമുണ്ട്. അത് അന്നത്തെ ഒരു പ്രഷറിൻ്റെ പുറത്താണ് സംഭവിച്ചത്. കോൺഗ്രസ് പാർട്ടിയുടെ അന്നത്തെ ഒരു ഐഡിയോളജിക്കൽ സ്റ്റാൻഡ് അങ്ങനെയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്, അല്ലെങ്കിൽ അത്തരം നിലപാടുകൾ സ്വീകരിക്കേണ്ടി വന്നതെന്നൊക്കെയാണ് സുശീൽ കുമാർ ഷിൻഡെ പിന്നീട് 2024 തോന്നുന്നു ശുഭാകർ മിശ്രയുമായിട്ടുള്ള ആ ഒരു പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത്. അതൊരു കുറ്റസമ്മതമായിരുന്നു. അതുകൂടാതെ തന്നെ മുംബൈ ടെറർ അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. ചിദംബരം തന്നെ കുറച്ചു മുമ്പ്, ഒരു വർഷം മുമ്പാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതൊരു ഇൻ്റർവ്യൂ തന്നെയാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. മുംബൈ ടെറർ അറ്റാക്കിന് ശേഷം ഒരു ശക്തമായ തിരിച്ചടി ഇന്ത്യ ആഗ്രഹിച്ചിരുന്നു, താൻ ഉൾപ്പെടെ ആഗ്രഹിച്ചിരുന്നു. കാരണം ശിവരാജ് പാട്ടീൽ രാജിവെച്ചതിന് ശേഷം ചിദംബരമാണ് ആഭ്യന്തര മന്ത്രിയായി മാറിയത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഒരു കടുത്ത അറ്റാക്ക്, അതായത് പാകിസ്ഥാൻ നല്ലൊരു തിരിച്ചടി നൽകാൻ ഇന്ത്യ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അന്ന് ഇൻ്റർനാഷണൽ ഒരു സമ്മർദ്ദം കാരണം, അമേരിക്ക ഉൾപ്പെടെയുള്ള വെസ്റ്റേൺ കൺട്രീസിൻ്റെ സമ്മർദ്ദം കാരണം ഇന്ത്യക്ക് പിന്തിരിയേണ്ടി വന്നു എന്നാണ് ചിദംബരം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഈ മുംബൈ ടെറർ അറ്റാക്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഫോൾ പ്ലേ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ കൂടുതൽ അന്വേഷണമൊക്കെ നടത്തേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഇത് വെറും ഒരു വെളിപ്പെടുത്തലല്ല, ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, ഒരു മുൻ ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത അണ്ടർ സെക്രട്ടറി ലെവലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു റെവലേഷനാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ മെറിറ്റ് എന്തെങ്കിലും ആകട്ടെ, പക്ഷേ കൃത്യമായിട്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള ഒരു സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. കാരണം കുറേ കാലമായി നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ മുംബൈ ടെറർ അറ്റാക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരത്തിന് മേലേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു മുംബൈ ടെറർ അറ്റാക്ക്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല മുംബൈ പോലെയുള്ള ഇത്രയും ഒരു തന്ത്രപ്രധാനമായുള്ള ഒരു നഗരത്തിൽ, രാജ്യത്തെ ഏറ്റവും വലിയ നഗരത്തിൽ, അതും രാജ്യത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു പ്രദേശത്ത് ഈ രീതിയിലുള്ള ഒരു അറ്റാക്ക് ഉണ്ടാകുമെന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ദുരൂഹതകളൊക്കെ വരും ദിവസങ്ങളിൽ ചുരുളഴിയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ മനസ്സിലാക്കാം.